ഇപ്പോൾ പൂക്കാട്ടോടിയിൽ നിന്ന് 510 എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യണത്. ഫെബിൻ ശരി സാർ, താങ്ക് യു. ഭൂമികളൊക്കെ കടലെടുത്ത് പോകും. പാളവണ്ടിയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒക്കെ പാലത്തിന്റെ മുകളിൽ കൂടി ഈ പാലം 4 നടന്നു പോയി. വീടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ 230 രൂപ ഒരു ഓട്ടം വന്നു. വണ്ടിയുടെ അടി നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. 2330 രൂപ കിട്ടിയിട്ടാ. ലോട്ടറി അടിച്ച് പൊളിച്ചെന്ന്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 9:46 ആയപ്പോണ്ടാ ഞാൻ ഓടാൻ തുടങ്ങാൻ വേണ്ടി പോണത്. ഫസ്റ്റ് നമ്മുടെ ഊബറും ഒലയും യാത്രയൊക്കെ നമുക്കൊന്ന് ഓണാക്കി വെക്കാട്ടാ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വെച്ചത് പഴയ വീഡിയോസായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ഒരാഴ്ചക്ക് ശേഷം നമ്മൾ ഊബർ ഓണാക്കണേണ്ട. ഓടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാനെ നല്ല പനിയായിരുന്നു. നല്ല പനി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പനിയായിരുന്നു കേട്ടോ. പനിയൊക്കെ ഇപ്പോൾ മാറി ഉഷാറായിട്ടുണ്ട്. കാറിൽ കയറിയ ഒരു ഹിന്ദി കസ്റ്റമർ ചേട്ടനില്ലേ, ആ ചേട്ടൻ തന്നതാണ് പനി. എന്തായാലും ഞാൻ ഉഷാറായിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 9:45 തൊട്ട് മാക്സിമം നമുക്കിന്ന് 12,000 രൂപ ഓടി എടുക്കണം കേട്ടോ. നമുക്ക് എങ്ങനെ ഓടി എടുക്കാൻ പറ്റും, ഓട്ടം ഉണ്ടാകുന്നൊക്കെ നമുക്കറിയാം. കൂട്ടുകാരന്മാരൊക്കെ വിളിച്ച് പറയാറുണ്ട് ഓട്ടം കുറവാണെന്നാണ് പറയണത്. എത്ര രൂപ ഓടി എടുക്കാൻ പറ്റുമോ നമുക്കിന്ന് നോക്കാം കേട്ടോ. പിന്നെ കുറേ പേര് കസ്റ്റമറേയും കൂടി കാണിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനത് പരിഗണിച്ച് ഒരു ക്യാമറ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്യാമ. ഈ ക്യാമ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ മേടിച്ചിട്ട് അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം. പിന്നെന്തായാലും ഇതിന് നമ്മുടെ കാറിൽ യൂസ് ആകാൻ പോണേണ്ട Insta360X3 ആണ്ട. ഇതാകുമ്പോൾ നമുക്ക് സറൗണ്ടായിട്ട് കിട്ടും. പക്ഷേ ഉള്ളിലുള്ള വീഡിയോസ് അധികം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യൂല. കാരണം കസ്റ്റമറുടെ അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ടിലെ വിഷ്വൽസ് ആയിരിക്കും കൂടുതലുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റമർ ഡീൽ ചെയ്യണമെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാനൊരു മൗണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ ഈ സാധനം, ഇത് പെൻഡമനകന്ന് മേടിച്ചാണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ ഇരുന്നോളൂ സാധനം. കേസ് അപ്പോൾ സംഭവം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ മറയാണെന്ന് വിചാരിച്ച് ചുണ്ടിൻ്റെ അടിയിൽ വെക്കണ സാധനമില്ലേ, അത് ഫ്രണ്ടിൽ വന്നിരുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് കൊണ്ട് വെച്ചേക്കണം. അങ്ങനെ ഒളിച്ചിരുന്ന് വെക്കാൻ നോക്കിയതാണ്. ഇതിപ്പോൾ ലോകം മൊത്തം കണ്ടാനേ ഇപ്പം. ഏകദേശം നമ്മൾ 3 ആപ്പും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് കസ്റ്റമർ കയറുമ്പോൾ മാത്രമേ ഞാനിത് ഓണാക്കുന്നുള്ളൂ. കാരണം ഇതിൽ മെമ്മറി കുറവാണ്, 64 GB എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം നമുക്ക് കസ്റ്റമറായിട്ടുള്ള ഡീലിംഗ് ഒക്കെ ഇതിൽ പകർത്താൻ പറ്റും. പിന്നെ പോകുന്ന കുറച്ച് വിഷ്വൽസൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനും പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോസ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് ഇൻട്രോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ മച്ചാവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോടാം. ഊബറൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ റഡാർ സിസ്റ്റം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരന്മാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. റഡാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കാലിറ്റിയിലുള്ള 10 പേർക്ക് ഒരുമിച്ചായിരിക്കും ട്രിപ്പ് പോണത്. ആദ്യം ആര് നിൽക്കണ് അവർക്കായിരിക്കും ഊബർ ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കുന്നത്. അങ്ങനത്തെ സിസ്റ്റമൊക്കെ ആക്കി മാറ്റിയേക്കാണ്. മുമ്പ് നമുക്ക് ഇത്ര സെക്കൻഡ്സ് ഉണ്ടായിരുന്നു. ട്രിപ്പ് എങ്ങനെ വന്നാലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ചുറ്റുവട്ടത്ത് എത്ര വണ്ടികൾ കിടക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. എന്നിട്ട് അതിൽ നക്കി കഴിയുമ്പോഴാണ് ഫസ്റ്റ് നിൽക്കണ ആർക്കാണ് ട്രിപ്പ് കിട്ടുന്നത്. അതതിൻ്റെ അർത്ഥം കൈ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ ട്രിപ്പില്ല. അങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഊബർ മച്ചാൻ. ഈ ക്യാമറ ഞാൻ ഓണാക്കി നോക്കട്ടെ. ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സംഭവം സെറ്റായിട്ടാ. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കണം. സ്റ്റാർട്ട് റെക്കോർഡിങ്. കണ്ട മോനെ പിന്നെ ഒരു പൊളി പൊളിക്കും. ഇപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വിഷ്വല് ഇതിൽ നിന്ന് ആഡ് ചെയ്തേക്കണ വിഷ്വലായിരിക്കും. നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. എങ്ങനെയുണ്ട് ഈ വിഷ്വൽ? എങ്ങനെയുണ്ട്? ഫുൾ 360 അല്ലേ? കുറച്ചും കൂടി തിരിച്ചാൽ എൻ്റെ മുഖം കൂടി കാണാൻ പറ്റും. അപ്പം ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ സൂക്ഷിച്ചും കണ്ട് എഡിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ എന്നെ നിങ്ങളെ പൊക്കും.
അപ്പൊ ഗൈസ് എന്തായാലും ഈ ഒരു വിഷ്വൽ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോണേട്ടാ. ആ വോയിസ് ഒക്കെ ഇത്രയും ക്ലാരിറ്റിയിലേക്ക് കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മച്ചാമാരെ. എങ്ങനെയുണ്ട് സീനില്ല കണ്ടാ? എനിക്കിപ്പോ ഒരു ട്രിപ്പ് വന്നാണ് ആക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ മേളില് മച്ചാനെ രക്ഷയില്ല ബഡ്ഡിയായിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞാ ദൈവമേ, ഒരാഴ്ച കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് ഇവിടെ. ഞാനിപ്പോൾ നിൽക്കണത് നമ്മുടെ കരുവേലിപ്പടി ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ടാണ്ടാ. അടിപൊളി. എന്തായാലും ഒരു ട്രിപ്പ് വന്ന് മാച്ചല്ല എന്ന് പറഞ്ഞിട്ട് പോയേക്കണം. ഞാൻ എന്താണ് മാച്ച് അല്ലാത്തത്, എന്താണ് ഗൈസ്? രക്ഷയില്ല ഗൈസ്, അടിപൊളി. പൈസ എല്ലാം കൊടുക്കാനുണ്ടോ? മാച്ച് അല്ലാത്ത അതാണ് പൈസ ഒക്കെ. അതെല്ലാം കൊടുത്ത് കണ്ടോ, അതൊക്കെ ഒന്നുമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒരെണ്ണം കിട്ടിയിട്ടാ കരുവേലിപ്പടി തോപ്പുംപടി. ഓക്കെ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടാ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ലൊക്കേഷൻ ഹോസ്പിറ്റൽ തന്നെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഒരു സുഖമില്ലാത്ത ഒരു ഉമ്മ ഉണ്ടാ കയറിയേക്കണത്. കയറിയിട്ടില്ല, കയറാൻ പോണോ? ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒന്ന് കയറ്റി കൊടുത്തേക്കട്ടെ. എത്രയായിരുന്നു ഇത്ത? 98 AC കുറക്കണോ? ജലദോഷം ഉണ്ടോ? ജലദോഷം ഉണ്ടോ? AC കുറക്കണോ? എല്ലായിടത്തും പനിയാണ്. എനിക്കൊരാഴ്ചയായിട്ട് പനിയായിരുന്നു. നമ്മളൊക്കെ ദ്വീപിൽ കിടക്കുന്നവരാണ്. വെള്ളം പെട്ടെന്ന് കയറിയാൽ നേരെ കടലിലേക്കാണ്. അവിടുന്ന് ഓടി ഈ പാലത്തും മരുമുളക്കും പാലവും മുങ്ങിപ്പോവും. പടസമാകട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടാവും. ഈ കരവച്ച ഭൂമികളൊക്കെ കടലെടുത്ത് പോകും. പിന്നെ മോനെ നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ ഈ പാലമൊക്കെ ഇങ്ങനെ പൊങ്ങിന്നൊക്കെ നിക്കുവായിരുന്നല്ലേ? ഇത് പണ്ട് അപ്പൂപ്പനും പറയുമായിരുന്നു, ഈ പാലത്തിൽ കൂടി താഴത്തിൽ കൂടി കപ്പൽ വരുമ്പോ ബെന്നിക്കമ്പനിയിലേക്ക് ഇത് പൊന്തല്ലേ ഈ പാലം. സായിപ്പന്മാരുടെ കമ്പനി ബിന്നി കമ്പനി. അവര് പോയപ്പോ കമ്പനിയും പോയി. എന്റെ വീട് പള്ളുരുത്തിയിലാണ്. അങ്ങനെ കപ്പല് പോകും. അത് ഈ കൽക്കരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരണത്. അങ്ങോട്ടേക്ക് വന്ന സംഭവമായിരുന്നല്ലേ? ആ കമ്പനിയും പോയി. അവര് സായിപ്പന്മാര് ഇവിടെ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും. കൽക്കട്ടയിലെ ഒരു ഔറ ബ്രിഡ്ജ് കണ്ടോ? അതിനടിയിൽ തൂണൊന്നുമില്ല. എളുപ്പത്തിൽ പോകാനും വരാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് തൂക്കുപാലം പോലെ കിടക്കുന്നത് ഒടുങ്ങത്തിനാണ്. അതിന്റെ അടുത്ത് വന്ന പാലമൊക്കെ വർഷങ്ങൾക്ക് പിടിഞ്ഞു വീണു. അതുപോലെ ഇവിടെ പുനലൂര് പാലം ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചപ്പോഴേ അടിയിൽ തൂണ് കൊടുക്കാതിരുന്നപ്പോ ആളുകൾ അതിന്റെ വെളിയിൽ പോകില്ല. അന്ന് കാളവണ്ടിയും ആനയൊക്കെയാണ് യാത്ര. വേറെ കാറ സ്കൂട്ടർ ഒന്നുമില്ലല്ലോ. കാളവണ്ടിയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുതിര, പൈസ ഉള്ളവരുടെ. അപ്പൊ കാളവണ്ടിക്കാരൊന്നും പോണില്ല, ആൾക്കാർ നടക്കുമ്പോൾ പേടി. എന്നിട്ട് സ്കോട്ട്ലൻഡുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അയാൾ നേരെ നാട്ടിൽ പോയി, സ്കോട്ട്ലൻഡിൽ പോയി സായിപ്പ്. എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മേനെയും അമ്മൂമ്മനെയും അപ്പൂപ്പനെയും ഭാര്യനെയും മക്കളെല്ലാത്തിനും കൊണ്ടുവന്നു. എന്നിട്ട് വലിയ അതിലേക്ക് കടന്നു പോകുന്ന ബോട്ടില്ലേ, വലിയ ബോട്ട്, സ്റ്റീമർ ബോട്ടാണ് അന്ന് ഓടുന്നത്. ഇന്നത്തെ പോലത്തെ ബോട്ടൊന്നും ഇല്ല. അതിനകത്ത് എല്ലാവരും ഇരുത്തിയിട്ട് ആ പാലത്തിന്റെ അടിയിൽ പാർക്ക് ചെയ്ത് കിടന്നു. എന്നിട്ട് ആ പാലത്തെ കൂടി 11 ആനയെ നടത്തി.
11 ആന വളരെ സ്ലോവില് പതുക്കെ പതുക്കെ പാലത്തിന്റെ മുകളിൽ കൂടി ഈ 11 ആന നടന്നുപോയി. അപ്പോഴാണ് ആളുകൾക്ക് ധൈര്യം വെച്ചത്. അപ്പോഴും ആളുകൾ പോണില്ല. ഒരാൾ ആദ്യം പോയി, പിന്നെ 2 ആളുകൾ 3 ആളായി, പിന്നെ കാളവണ്ടി പോയി, അങ്ങനെ പോയി. ഇപ്പൊ അത് ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പുതിയൊരു അറിവാണെന്ന്. അന്ന് ആരും പോകില്ല പാലത്തിന് മുകളിൽ കൂടി പേടിച്ചിട്ട്. കാളവണ്ടി പോലും പോകില്ല. അതാണ് ആ സാഹിബിന് അതിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വന്നു. കൊറേ കസ്റ്റമേഴ്സ് പാസഞ്ചേഴ്സ് വണ്ടിയിൽ കയറുമ്പോ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. പേരെന്താണ്? പേരെന്താണ്? എന്റെ പേര് അനസ്. അനസ്. ഉമ്മക്ക് എത്ര പ്രായമുണ്ട്? എനിക്ക് അത് മോനാണ്. മോനാണ്. അപ്പൊ ഉമ്മക്ക് എത്ര? എനിക്ക് 82 വയസ്സായാണ്. 82 വയസ്സായല്ലേ? പക്ഷെ ഞാൻ വരുന്നേക്ക് മുൻപാണ് അവിടെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയത്. അതെ, ബ്രിട്ടീഷുകാരൻ്റെ ഉമ്മയുടെ ചെറുപ്പാലം ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നല്ലേ? ഈ നമ്മുടെ 1-ാം ലോകമായുധ കാലത്ത് ഉണ്ടാക്കിയാണ്. 1, 2 ലോകമായുധ കാലത്താണ് ചേവരപ്പാലം മാറപ്പാലൊക്കെ ഉണ്ട്. കൊച്ചിയുടെ പേരും പോയി. കാരണം അവരുടെ ഈ യുദ്ധ സന്നാഹങ്ങളുള്ള സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ ഫോർട്ട് കൊച്ചിയിലേക്ക്, മിലിറ്ററി ഏരിയയിലേക്ക്. അതിന് വേണ്ടിട്ട് പിന്നെ അത് ക്യാമ്പ് ചെയ്യണത് അവിടെ NAD ഇല്ലേ, അവിടെയാണ് അവരുടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്നത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനല്ല, അപ്പൊ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അവരെ പട്ടാള ട്രക്കിന് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ പാലമാണത്. ജനങ്ങൾക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയല്ല. ഇവന്റെ വാപ്പയൊക്കെ, പിന്നെ വാപ്പാക്ക് 10-14 വയസ്സായിട്ടുള്ള അത് ഉദ്ഘാടനം ചെയ്യും ആ പാലം. അതിക്ക് മുമ്പ് ആ പാലം ഇല്ല. അപ്പൊ വെള്ളം പഞ്ച് കോട്ട അങ്ങനെയൊക്കെയായിരുന്നല്ലേ? അത് പിന്നെയാണ് ഈ പാലം ഇയാള് പണിത് ബ്രിട്ടീഷുകാരൻ വന്ന്. അങ്ങനെയാണ് കണ്ടുപിടിച്ചതും ആ പാലം ഉണ്ടാക്കിയതുമായ. നമുക്ക് ഇപ്പോഴും ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ രാജ്യം ആലുവയാണ്. അവിടുന്ന് ഞങ്ങള് കല്യാണം കഴിച്ചു വന്നവരാണ്, ബന്ധങ്ങളാണ്. ഇത് എന്റെ അമ്മാച്ചനും എന്റെ ഉമ്മയും അവരെ ആങ്ങളെയും പെങ്ങളും മക്കള്. അതിലാ ബന്ധം പോകാതിരിക്കാനാണ് വീണ്ടും ഞാൻ വരേണ്ടി വന്നത്. അങ്ങനെ അങ്ങനെ എന്റെ ഉമ്മയുടെ ഉമ്മാനെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് അങ്ങോട്ട് കെട്ടിക്കൊണ്ടുപോയി. ആ കാലത്ത് പാലവും ഇല്ല, ഒന്നുമില്ല. വള്ളത്തിനാണ് വരവും പോക്കും. വള്ളത്തിലാണ് കൊച്ചി അല്ലേ? ഇപ്പൊ കൊച്ചി മാറിയില്ല മൊത്തത്തില്. അത് തന്നെ, കൊച്ചി പഴയ കൊച്ചിയല്ല. ബ്രിട്ടീഷൊക്കെ പോയി. അതെ, കൊച്ചിയിൽ വന്ന കാലത്ത് ഇവിടെ താമസിക്കാൻ കെട്ടിടങ്ങളൊന്നുമില്ല. പിന്നെ അവരുണ്ടാക്കിയാണ് ഫോർട്ട് കൊച്ചി തീരത്തൊക്കെ. പിന്നെ അവരിങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് ചുള്ളിക്കൽ ആ ഭാഗത്ത് അവിടെയൊക്കെ ആയിട്ടൊക്കെ തേവരിലൊക്കെ താമസിക്കും. ആ സമയത്ത് വെച്ചാൽ അടക്കാവരം വെട്ടിക്കൊണ്ടിട്ട് കുഴിച്ചിടും 4 ഭാഗത്ത് തൂണ് പോലെ, ഈ നമ്മുടെ കോൺക്രീറ്റ് തൂണ് പണിയില്ലേ അതുപോലെ. എന്നിട്ട് അതിന്റെ സൈഡില് പന്തല് പോലെ കെട്ടിയിടും. എന്നിട്ട് അതില് പനമ്പ് വിരിച്ച് പായ വിരിച്ച് അവിടെ കിടക്കണം. മേലില് ഓല വെച്ച് മേക്കൂടും. അല്ലാതെ വീടുകളൊന്നും കിട്ടൂല. വാടകയ്ക്ക് വീട് വെക്കാനായിട്ട് എല്ലാം ഓല വീടാണ്. ചില മാത്രം ചെങ്കല്ലുണ്ടാക്കി കെട്ടിയിടും. ഓട് വീടില്ല. ഓട് വീട് മംഗലാപുരത്ത് നിന്ന് ഓട് കൂടുതൽ കഴിവുള്ളവര് ഓടുള്ള വീടൊക്കെ ഉണ്ട്. അത് കൂടുതൽ യഹൂദന്മാരുടെ വീടുകളാണ് ഓടിട്ടത്. അവര് നന്നായിട്ട് പണിത് ഓടൊക്കെ ഇട്ടാണ് യഹൂദന്മാരുടെ വീടക്കാലത്തും. ബാക്കി എല്ലാവരും സാധാരണ എത്ര പൈസക്കാരാണെങ്കിൽ ഓല വീടാണ്. മതിലൊന്നും ഉണ്ടാവില്ല അതിരിനെ. യഹൂദന്മാരുടെ വീടിനൊക്കെ അതിലും ഉണ്ടാവും എല്ലാം ഉണ്ടാവും. അവര് ഭയങ്കര പൈസക്കാരായിരുന്നല്ല. ശക്തൻ തമ്പുരാൻ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരും അവരെ ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞു. അയാള് പറഞ്ഞ് ഈ ഇതൊക്കെ ഇവരിങ്ങനെ പൈസ ഒക്കെ വന്ന സ്ഥിതിക്ക് കാലക്രമേണ കൊച്ചിയിൽ അധികാരം അവര് പിടിച്ചെടുക്കും എന്നും പറഞ്ഞ് അവരിവിടെ നാട് കടത്തി. കുറെ പേര് ഇടപ്പള്ളി ഈ തിരുവിതാംകൂറിലേക്ക് പോയി അവരെല്ലാരും. ഈ നമ്മുടെ കൊടുങ്ങല്ലൂർ ഇതുണ്ടല്ലോ മാള, അങ്ങോട്ട് പോയി. കുറെയൊക്കെ ഇവിടെ ഇടപ്പള്ളി, കുറെ വേറെ പല സ്ഥലത്തേക്കൊക്കെ ആയിട്ടൊക്കെ പോയി. പിന്നെ കുറച്ച് പേര് അവിടെ അവശേഷിച്ചു. അവരൊക്കെ ഈ 47 അവർക്ക് അവിടെ ഒരു രാഷ്ട്രം വന്നപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ കൊച്ചി മൊത്തം നിയന്ത്രിച്ചെന്ന് വെച്ചാൽ അവരാണ് ഒരു കാലത്ത് ഈ സ്വന്തമായിട്ട് ഇലക്ട്രിക് കമ്പനിയൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കൊച്ചിന് ഇലക്ട്രിക് കമ്പനി എന്ന് പറഞ്ഞ എസ്കോർട്ട് നടത്തിച്ചത്. കറണ്ട് കാശൊക്കെ അടക്കണം അവിടെ പോയിട്ട് വേണം അയാളുടെ ഓഫീസിൽ. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പര് സമ്മതിച്ചില്ല. ഇവിടെ പറ്റില്ല, അത് ഞാൻ തന്നെ ചെയ്തു. അവരാരും കാലം കാട്ടിക്കണല്ലേ. ലാസ്റ്റ് പിന്നെ കേരള ഗവൺമെന്റ് അത് അയാളോട് വിലക്ക് മേടിച്ച്
വിലക്ക് മേടിച്ച് അവരെ ഏറ്റെടുത്ത് നടത്തിയാണ് ഇന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡ്. അതൊരു അയാൾ തന്നെ നടത്തി വെച്ചത്. കാരണം വെച്ചാലേ കറണ്ട് ഇല്ലാത്ത സമയത്ത് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കൊച്ചിയിൽ ഇല്ലാത്ത എത്തിച്ച ആളാണ് അവർ. അയാൾ സ്കോഡർ സ്വന്തമായിട്ട് മറ്റേ ഇതുണ്ടായിരുന്നു, ബോയിലർ ടർബൈനൊക്കെ വെച്ചിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ഉണ്ടായിരുന്നു അയാൾക്ക്. അപ്പോൾ അത് മണിക്കൂർ ഇടവിട്ട് അതിനെങ്ങനെ കറക്കി കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന് ആളൊക്കെ അയാൾ വെച്ചിട്ടുണ്ട് അമ്പലത്തിന്. അത് തന്നെ കൊച്ചിയുടെ മിക്ക ഭാഗങ്ങളിൽ കറണ്ട് കിട്ടും. ജൂ ടൗൺ വരെ കറണ്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ട് കറണ്ട് ഇറങ്ങി അവിടെ പോകണം ജൂ ടൗണിൽ, അവരുടെ ജൂതന്റെ വീട്ടിൽ. അറിവുള്ള മനുഷ്യനാണ് എനിക്ക് കിട്ടിയേക്കണത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടാ. എക്സ്പോർട്ടർ ഭയങ്കര പൈസക്കാരനാണ് ഇത്. അയാളുടെ ഫാദർ SS ഓർഡർ, അയാളും അങ്ങനെ തന്നെ ആയിരുന്നു. സാറ് വല്ലതാണോ മറ്റേ ടീച്ചർ വല്ലതാണോ? ടീച്ചർ അല്ലല്ല, ഞാനിങ്ങനെ വായിച്ചു ഒരുപാട് ചെറുപ്പം പോലെ വായിക്കും ചരിത്രങ്ങൾ, എല്ലാവരുടെ ചരിത്രം വായിക്കും. അപ്പൊ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം തെളിഞ്ഞു കിട്ടും, ശരിയായ കറക്റ്റ് ആൻസർ കിട്ടും. എന്താണ് പ്രൊഫഷൻ? എന്താണ് എനിക്ക്? ഞാൻ കോടതിയിൽ വക്കീൽ ക്ലർക്കായിട്ട് എവിടെ? ഹൈക്കോർട്ട്? ഹൈക്കോർട്ടിലാണോ? എല്ലായിടത്തും ഉണ്ട്, ഹൈക്കോടതി, ലോവർ കോടതി, എല്ലായിടത്തും. അടിപൊളി. ശരി സാർ, താങ്ക് യു. ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞപ്പോ ക്യാമറ നല്ലോണം ഹീറ്റായി. കാരണം 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാമറ അത്യാവശ്യം നല്ലോണം ഹീറ്റാണ് ക്യാമറ ഹീറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫായി പോയി. പുള്ളി അടിപൊളിയാണ്. പുള്ളി കൊച്ചിയുടെ ചരിത്രം മൊത്തം എന്നെ പഠിപ്പിച്ചെന്ന്. ഇന്നേവരെ കാണാത്ത ചരിത്രം, ഇന്നേവരെ അറിയാത്ത ചരിത്രങ്ങൾ ഞാൻ കുറെ പഠിക്കാനിടയായി ഗൈസ്. എന്തായാലും അടിപൊളി കസ്റ്റമർ ആയിരുന്നു നമുക്ക്. ഫസ്റ്റ് തന്നെ അടിപൊളി കസ്റ്റമർ ആയിരുന്നു. ഞാൻ ഇപ്പൊ എന്തായാലും ലിസി ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് അടിച്ച് 340 രൂപയാണ് ഊബറിൽ കാണിച്ചത്. അതിൽ എനിക്ക് 238 രൂപ ഫെയർ കിട്ടിയിട്ട ഗൈസ്. ഇനി എന്തായാലും നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും മാറി നിൽക്കാം. ഓടിച്ച് CNG കളയരുതെന്ന് കുറെ പേര് എനിക്ക് പേഴ്സണൽ അയച്ച് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ ഈ കറങ്ങി നടക്കലാണല്ല ഫുൾ ടൈം. എന്തായാലും നമുക്ക് പാർക്കിംഗ് എവിടെയെങ്കിലും ഒരു സ്പേസിൽ കൊണ്ട് ഇട്ടിട്ട് ബാക്കി കഥ പറയട്ടെ ഗൈസ്. അങ്ങനെ വണ്ടി ലിസി ഹോസ്പിറ്റലിൽ നിന്ന് നീങ്ങി ഒരു പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ജംഗ്ഷനില്ലേ, കലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷൻ അതായത് നന്ദിലത്ത് മാർട്ടിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. അതായത് ഫുള്ള് തിരക്ക്, ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഈ മച്ചാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓഫായി പോട്ടെ ഗൈസ്. കാരണം ഇത് അധികം ഹീറ്റായി കഴിഞ്ഞാൽ സീനാണ്. ഇപ്പം അതേ ചൂട് മാറിയിട്ടുണ്ട്, AC കൂട്ടിയിട്ട് കൊടുത്തപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഇത്രയും അറിവുള്ള മനുഷ്യരൊക്കെ കയറുമ്പോൾ നമ്മ ആദ്യം മിണ്ടാതെയൊക്കെ ഇരുന്നു, മനസ്സിലായോ? പിന്നെ എന്തെങ്കിലും നമ്മ ഒന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അവർ വിചാരിക്കണത് നമ്മുടെ വൈബിലുള്ള ഒരാളാണ് സംസാരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഞാനിപ്പോൾ അത് മിണ്ടാതെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റില്ലായിരുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കും ഒരു ഹാപ്പി ആയി, മനസ്സിലായോ? ഞാനും സംസാരിച്ചു. പുള്ളി കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. കൊച്ചിനെ പറ്റി, കൊച്ചി റൈഡർക്ക് അറിയാത്ത കാര്യങ്ങളൊരു പുള്ളി പറഞ്ഞു തന്നിട്ടാ. പിന്നെ ക്യാമറ ഓഫായി പോയി കഴിഞ്ഞിട്ട് പുള്ളി കുറേ ചരിത്രങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എൻ്റെ കിളി പറഞ്ഞിരിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഫസ്റ്റ് കസ്റ്റമർ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി കൊച്ചിനെ പറ്റി. എന്തായാലും നമുക്ക് 238 രൂപയാണ് കിട്ടിയേക്കണേടാ ഊബറിൽ. ഇനി അടുത്ത കസ്റ്റമർ ആരാണെന്ന് നമുക്ക് നോക്കാടാ. എന്തായാലും ക്യാമറ വെയിറ്റിംഗ് ആണ്. എന്തായാലും എല്ലാം ഒപ്പിയെടുക്കും നമ്മ. അതായത് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒപ്പിയെടുക്കുള്ളൂടാ. ബാക്കി ആർക്കൊരു സീനുണ്ടാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും ഞാൻ ഇതിലൂടെ ചിത്രീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, നോ സീൻ കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടെ കൊച്ചി റൈഡറിൻ്റെ അടുത്ത ഗസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ബോറടി ഇല്ലാതെ ഒരു വീഡിയോ ആണ് ഞാൻ ചിത്രീകരിക്കാൻ നോക്കുന്നത്. മഴ പെയ്താൽ ഭയങ്കര സീനാണ്. യൂറിൻ പാസ് ചെയ്യാൻ AC-യിലൊക്കെ ഇരുന്നാൽ ഭയങ്കര സീനാണ്. അപ്പോൾ നല്ല രീതിയിൽ മഴയിട്ട ഗൈസ്, അടിപൊളിയാണ്. നമ്മെ വന്നിട്ട് ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 11:28 ട്രിപ്പൊന്നും വന്നിട്ടില്ല. ഒരു മരത്തിൻ്റെ അടിയിലാണ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. സേഫല്ല, പക്ഷെ വേറെ സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു അരമണിക്കൂറും കൂടി ഇവിടെ കിടന്നിട്ട് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് മാറ്റിയിടാട്ടാ ഗൈസ്. അടുത്തൊരു അടി വന്നിട്ടാ. അതായത് പുറത്ത് നല്ല അടിപൊളി മഴയുണ്ടാ. കലൂരിൽ നിന്നും പുല്ലേപ്പടിയിലേക്കാണ് അടി വന്നേക്കണത്. നമുക്ക് പിക്ക് ചെയ്യടാ പോയിട്ട്.
പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പിക്ക് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബർ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യണേട്ടാ. സംഭവം അടിപൊളിയാണ്. ഞാൻ ലൊക്കേഷനിലേക്ക് കിടന്ന് കറങ്ങി കളിക്കണാണ്. ചെറിയ വഴിയായതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. ഇപ്പൊ കാറും കൂടി വന്നിട്ടുണ്ട് പെട്ട്. ഇനിയിപ്പോ എന്ത് കഷ്ടമാണ്. ഇങ്ങോട്ട് കയറ്റിയിടാം. ഇങ്ങോട്ട് കയറ്റിയിട്ടാ മരനോടത്ത് വെച്ച് കാണാൻ കഴിച്ചു. വല്ലാത്ത സീനായി പോയത്. കസ്റ്റമറെ കിട്ടാനുള്ള കസ്റ്റമർ ഇല്ല, വിളിച്ചിട്ട് കിട്ടണമില്ലല്ലോ. പെട്ട് ആ സാറേ ഓല ബുക്ക് ചെയ്തല്ലേ? ഹലോ, ആ ഞാന് ആ ലൊക്കേഷനിലുണ്ടായിരുന്നേ. അവിടെ ചെറിയൊരു പോക്കറ്റ് റോഡല്ലേ? ആ കട്ടക്കര റോഡ്. ഞാൻ കേറി ആ ഒരു ഡോക്ടർ മാത്യുവിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. മാത്യു എന്തോ സ്കൈലൈൻ അല്ലേ? സ്കൈലൈൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ. ചേട്ടാ സ്കൈലൈൻ ഏതാ? ബാക്കിലാണ്. ആ വഴി പോണോ അല്ലേ? ആ വഴി. ഓക്കെ ആ ഓക്കെ ഓക്കെ. അതൊക്കെയാണ് ഈ പറയണത്, മനസ്സിലാവില്ല. ഹലോ, ഞാന് ഇപ്പോ ഞാൻ ആ സ്കൈലൈൻ്റെ ആ ഫ്രണ്ടിലാണ് സാറേ ഞാൻ നിന്നേച്ചത്. പക്ഷെ വണ്ടി തിരിച്ചിട്ട് ലൊക്കേഷൻ മാറിപ്പോയി. GPS ഡൗൺ ആയി കിടക്കണേ. ഞാൻ ആ റോട്ടിൽ തന്നെ നടന്ന് കറങ്ങി കളിക്കണേ. പണ്ടാറോ കൊടുക്കത്ത ആപ്പാ കേസാണ്. വെയ്സ് എന്ന് പറഞ്ഞ ആപ്പിലാണ് കയറിയത്. ആപ്പിൽ കയറിയിട്ട് ഒരു മാതിരി പെട്ടുപോണ സീൻ. ഏത് സ്ഥലം ഇവിടെയിട്ട് വളച്ചാലാ നമുക്ക്. വണ്ടി വളക്കാൻ പോലും സ്ഥലമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരുടെയോ പറമ്പിൽ കൂടിയൊക്കെ ഞാൻ കേട്ടുണ്ട്. എന്നോട് ക്ഷമിക്കാൻ വെച്ചാൽ മതി. സ്കൈലൈൻ അല്ലേ? സ്കൈലൈൻ അപ്പുറത്താണ് കേട്ടോ. ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ. OTP എന്ന് പറയുന്നത് 1297. ഇന്റർനാഷണൽ ഹോട്ടലിലായിരിക്കില്ല അവിടെ ഒരു വ്യക്തിയുണ്ട്. എവിടെ? ഇന്റർനാഷണൽ ഹോട്ടൽ MG റോഡിൽ. MG റോഡിലേക്കാണോ പോകേണ്ടത്? ഇല്ല, MG റോഡിൽ പോകണ്ട, ഉള്ളിൽ. ഓക്കെ, ഇതിലേ ലൊക്കേഷൻ ക്ലിയർ അല്ല. എൻ്റെ പൊന്ന് ഗൈസ്, ഞാനായിട്ട് വട്ടം കറങ്ങിയിട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു ആപ്പ് അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. വെയ്സ് ഈ മഴ പെയ്തുകൊണ്ടായിരിക്കാം മേബി. ആപ്പ് അടിപൊളിയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയതാണ് സംഭവം. പക്ഷേ ഇത് ഇന്നിപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കണേ. എന്നാൽ ആലോചിച്ച് നോക്കി. ഇത് ഓക്കെ, ഇത് കളഞ്ഞ് ഇതണ്ട സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് വൃത്തികെട്ട ഒരു ആപ്പാണ്ട വണ്ടാരം പിടിക്കരുത്. പെട്ടുപോയി ഞാൻ അങ്ങനത്തെ.
GPS ഇടക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ആപ്പ് നമുക്ക് സത്യം പറയല വെറുത്തു പോകും നമ്മ. മനസ്സും അടുത്ത് അതിൻ്റെ ഇടയിൽ ഒന്ന് വന്നിട്ട് അടി ഇടിക്കുകയും ചെയ്തു. അപ്പോൾ 135 രൂപ നമുക്ക് ഇതിലും 200 സംതിങ് ഊബറിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിഷ്വൽസ് എല്ലാം ഞാൻ ഇതിൽ പകർത്തുന്നുണ്ട്. വണ്ടിയുടെ അടി നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. പൊളിഞ്ഞു പോകാനാണ് നമ്മുടെ ഭാഗ്യം. നല്ല സൗണ്ടാണ് കേട്ടത്. ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ ഇല്ലാത്തതുകൊണ്ട് സീനാണ്ടാ. എന്താ പൊട്ടിപ്പോയേക്കനാണോ വണ്ടാരം. ചെറിയൊരു പാട് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇതിപ്പോ വന്ന പാടാണെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വര പോലെ കണ്ടില്ലേ. ഇപ്പൊ തന്നെ വന്ന ഒരു പാടാന്ന് എനിക്ക് തോന്നണേ. കാരണം ഇന്നേ വരെ ഒരു സ്ക്രാച്ച് വന്നിട്ടില്ല നമ്മുടെ വണ്ടിക്ക്. വന്നത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളാണ്. അപ്പം അതെനിക്കിപ്പോൾ വന്ന ഒരു പാടായിട്ടാണ് തോന്നണത്. മൂടായി. എന്തായാലും നമ്മുടെ ബായിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടാ. പാവണ്ടാ പുള്ളിയാണ് എനിക്ക് വഴി പറഞ്ഞു തന്നത്. നമ്മുടെ ഈ മാപ്പൊക്കെ ചതിച്ച് പുള്ളി തന്നെ വന്ന് ഇറങ്ങി. ഇൻ്റർനാഷണൽ ബാറിലവിടെയാണ് ഇറങ്ങിയത് പുള്ളി പൈസ തന്ന് പോയിട്ടാ. ഇപ്പോൾ 135 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കസ്റ്റമർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 12:35 നമുക്ക് നോക്കാം ഇനി അടുത്ത കസ്റ്റമർ ആരാണെന്ന്. ഞാൻ ഒരു ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടേ പാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ വന്ന് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് ടീച്ചറിൻ്റെ കാര്യം. നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീച്ചർ എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ ഒന്നും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കൂലടാ, ബാക്കിലേ പോയി ഇരിക്കുള്ളൂ. ഇപ്പം അതേ ജീവിതകാലം മൊത്തം ഫ്രണ്ട് സീറ്റിലായിട്ടുണ്ട്. ടീച്ചറിൻ്റെ ഒരു വാക്കേ. ഇപ്പം മൊത്തം ഫ്രണ്ട് സീറ്റിലും ആയി, ബാക്കിൽ വേറെ ആൾക്കാരും ആയി. സെറ്റായി ഇപ്പം ലൈഫ്. ഇപ്പം ബാക്ക് ബെഞ്ചിൽ പഠിച്ച ആൾക്കാരെല്ലാം ഇപ്പം ഫ്രണ്ട് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യാനാണ് ടീച്ചറെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൽ കുറേ ചെറിയ ചെറിയ ബോട്ടുകളും അങ്ങ് ദൂരെ വലിയ കപ്പലൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നല്ല പോസ്റ്റാണ്. 12:52 ആയിട്ടാ. പോസ്റ്റ് കിട്ടും എന്തായാലും. നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കണത്. കുറച്ചേരം ഇവിടെ കിടന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പോവാട്ടാ. ഗൈസ് ഇങ്ങനെ പെട്രോൾ പമ്പിൽ വന്ന് യൂറിൻ പാസ് ചെയ്ത് സമയം ഇപ്പോൾ 1:10 പിന്നീട് ഒരു അടി പോലും നമുക്ക് വരാൻ സാധിച്ചിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിൽ പോസ്റ്റാണ് ഗൈസ്. 361 രൂപയുടെ അടുത്ത് നമ്മൾ സമ്പാദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സമയം 10 മണി വരെ സമയമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും ഒരു 1500 കോടി എടുക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പടിയൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാനും ചാൻസ് കൂടുതലാണ്. ഗൈസ് ഒരടി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് മറൈൻ ഡ്രൈവിൽ നിന്നുള്ള കാണിക്കണം. മറൈൻ ഡ്രൈവ് വരെ പോകണം വിൽക്കാൻ. നമുക്ക് എന്തായാലും പോവാം. സ്പോട്ടിലെത്തിയായിരുന്നു. അവരെന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ. ഗൈസ് ഇത് ബാങ്കിൽ വർക്ക് ചെയ്യണ 2 സ്റ്റാഫായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അടിച്ച് 631 രൂപയുടെ ഒരു ഓട്ടം കഴിഞ്ഞ് എനിക്ക് 468 രൂപയാണ് കിട്ടിയേക്കണത്. ഞാനിപ്പോൾ 2 റൈഡ് ഇതിൽ കംപ്ലീറ്റ് ചെയ്ത് 601 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരും ഇവർക്ക്. കാരണം ഇവരെ പിക്ക് ചെയ്യാൻ വന്ന ആൾ ലേറ്റായി. കുറച്ച് ലേറ്റ് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, കാറിൽ ബില്ലിരിക്കണുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ ബില്ലിരിക്കണുണ്ട്, നോ സീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഡം അവിടെ ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കണേ. ഒരു വീട് ഇൻസ്പെക്ഷന് വേണ്ടി എന്തോ വന്നേക്കണം. അപ്പോൾ ഈ ഓട്ടോ എനിക്ക് തിരിച്ചുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ എത്തുമ്പോൾ രണ്ടും കൂടി പേയ്മെൻറ്റ് ചെയ്താൽ മതിയാന്ന് ചോദിച്ചു. ബില്ല് ചോദിച്ചു എൻ്റെ അടുത്ത്. ഭാഗ്യത്തിന് എനിക്ക് ബില്ലുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ബില്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഓട്ടം തിരിച്ചും കൂടി കിട്ടിയിട്ടാ. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കണത് പൂക്കാട്ടുപടിയിലാണ്ട. അവർ മറൈൻ ഡ്രൈവിൽ നിന്ന് പൂക്കാട്ടുപടി വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഓട്ടം കൂടി കിട്ടും എനിക്ക്. പിന്നെ ബില്ലിൽ നമുക്ക് വെയിറ്റിംഗ് ചാർജും കൂടി കൂട്ടി ഒരു തുക എന്തായാലും കൊടുക്കാട്ടാ. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. 3 മണിയായി, പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ കയറിയിരുന്നെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് കിട്ടൂലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ഫ്ലോയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കണേടാ. പിന്നെ ഇൻസ്റ്റാ 360യിൽ ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഇടാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണതും കാര്യങ്ങളൊക്കെ അത് ഇത്തിരി പേഴ്സണൽ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. കാരണം നമുക്ക് ഇത്തിരി അറിവും ഇതൊക്കെ കിട്ടണ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യണേണ്ട് ഒരു ഗുണമുണ്ട്, ഉപകാരമുണ്ട്. ഇത് എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം ഇതൊരു പേഴ്സണൽ കാര്യങ്ങളാണ് അവർ പറയണത്.
അതൊക്കെ എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വളിപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ലടാ. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാ. അപ്പോൾ മച്ചാന്മാരെ ഞാനിനി ഇവരെ പിക്ക് ചെയ്തിട്ട് എത്ര മിനിറ്റ് പോസ്റ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോ, വ്ളോഗ് എന്തായാലും അവസാനിക്കുന്നില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ എത്ര രൂപ ബില്ല് എഴുതി കൊടുത്തെന്നുള്ള ഡീറ്റെയിലും നിങ്ങൾ എന്തായാലും കണ്ടോട്ടെ. എന്തായാലും അടിപൊളിയാട്ടാ. കുറേ പേര് വീഡിയോസ് കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ വീഡിയോസ് എടുക്കണേടാ. അങ്ങനെ അവർ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കണേടാ. മീൻസ് ഇവരോട് നമുക്ക് ഇറങ്ങാൻ നേരത്ത് ചോദിക്കാം, എല്ലാ ദിവസവും ഇതേപോലെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമോ മേഡം എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേഴ്സണൽ ഓട്ടം കിട്ടുമല്ലോ. ഇത് ഞാൻ ചോദിക്കാതിരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ്. ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ചോദിക്കാണ്ട് ഇവർ ഇറങ്ങുമ്പോൾ ഡെയിലി ഇതേപോലെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാർഡ് ഞാൻ തന്നേക്കാം, അല്ലേ? കാർഡും കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പൂക്കാട്ടുപടിയിൽ നിന്ന് എനിക്ക് വീണ്ടും അവർ ഓട്ടം തന്നത് തൃപ്പൂണിത്തറയിലേക്ക് കണ്ട. അങ്ങനെ തൃപ്പൂണിത്തറയിൽ ഏതോ ഒരു സ്ഥലത്തെത്തി. ഫ്രണ്ടിൽ അവർ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്തതാ. മീൻസ് അവരെ കാണിക്കേണ്ട വീഡിയോയിൽ. ഈ ഒരു സ്ഥലത്തേക്കാണ്, ഈ ഒരു ഫാക്ടറിയിലേക്ക് കണ്ടെത്തിയേക്കണത്. ഇപ്പോൾ അവരെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതിൻ്റെ വിഷമം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. 2 ഇടിച്ച് ഗൈസ്. ഓഫ്, ദേ വേണ്ട, പൊളിഞ്ഞു പോയി ഗൈസ്. ഇവിടെ ഒരു ഇടി ഇടിച്ചിട്ടുണ്ട്. ഇവിടം വരെ എത്തിച്ച് 22 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടം വരെ എത്തിക്കാനുള്ള അതൊക്കെ അവർ ബില്ലിൽ എഴുതി തരാനാണ് പറഞ്ഞേക്കണത് കേട്ടോ. 630 രൂപ എനിക്ക് തരാനുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പൂക്കാട്ടുപടിയിലേക്ക് എത്ര രൂപ ഉണ്ടെന്ന് ഊബറിനോട് തന്നെ ചോദിക്കാം. കാരണം എനിക്ക് എത്ര രൂപ മേടിക്കണമെന്നൊരു പിടുത്തില്ല കേസ്. എന്നിട്ട് ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയല്ലോ. പൂക്കാട്ടുപടി ആലുവ റോഡ് തന്നെ സംഭവം. ഇപ്പോൾ പൂക്കാട്ടുപടിയിൽ നിന്ന് 519 രൂപയാണ് കാണിക്കണേ കേട്ടോ. പിന്നെ ഒരു അറൗണ്ട് അവിടെ ഒരു അരമണിക്കൂർ, ഇവിടെയും ഒരു അരമണിക്കൂർ പോസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 250 റുപ്പീസും കൂടി എക്സ്ട്രാ മേടിക്കാം. എന്തായാലും പോസ്റ്റ് അല്ലേ? എന്നാലല്ലേ അവർ പിന്നെയും വിളിക്കുള്ളൂ. ഇപ്പോൾ 513 631 പ്ലസ് ഒരു 250 റുപ്പീസ് ഇതിൻ്റെ. ഇനി ഇവർക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മറൈൻ ഡ്രൈവിലേക്ക് തന്നെയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ മറൈൻ ഡ്രൈവ് വരെ എത്ര രൂപയും കൂടി നോക്കട്ടെ. ഇവിടെ നിന്ന് മറൈൻ ഡ്രൈവ് വരെ 300 റുപ്പീസും കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ 2 കെട്ട് CNG അങ്ങനെ തന്നെ ഇരിക്കണേണ്ട. 141 കിലോമീറ്ററായി. മൈലേജ് കുറവാണ് ഈ പ്രാവശ്യം കിട്ടിയേക്കണത്. ആ തോപ്പുംപടി പമ്പിൽ നിന്ന് അടിച്ചിട്ടാണ് ഗൈസ്. ഇനി മറൈൻ ഡ്രൈവിലേക്കല്ലാതെ ഇനി വേറെ എങ്ങോട്ടെങ്കിലും ആണാന്ന് അറിയില്ല കേട്ടോ. വേറെ ചിലപ്പോൾ ഇനി ഞാൻ ഇടം കയറിയിട്ട് അടുത്ത ലൊക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും 4 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എനിക്ക് ദൈവം കൊണ്ടുവന്ന ട്രിപ്പാണിത്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മറൈൻ ഡ്രൈവിൽ നിന്നാണ് എനിക്ക് അടി വന്നത്. അത് പള്ളിമുക്കി നിൽക്കണ എനിക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് അടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ ഓട്ടവും തന്നേക്കണം. അതെല്ലാം ഓഫ്ലൈൻ ഓട്ടങ്ങളും അടിപൊളിയല്ലേ. അവരിങ്ങോട്ട് ക്യാൻവാസ് ചെയ്ത് ഇന്നത്തെ ദിവസം പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഓട്ടം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിറങ്ങിയതാണ്. ഇതിൽ മെമ്മറി ഫുള്ളായിപ്പോയി, 64 GB ഫുള്ളായിപ്പോയി. അതിപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടേക്കണേ അവസ്ഥ. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു ഗൈസ്. ഞാനിപ്പോൾ ഇവരെങ്ങോട്ടേക്കാണെന്ന് നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. 300 റുപ്പീസാണ് വെയിറ്റിംഗ് ചാർജൊക്കെ മേടിക്കണ ചിലവർ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് 250 മേടിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. യാത്രയിലൊന്നും ഇന്നൊരു അടിപോലും വന്നിട്ടില്ല കേട്ടോ. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. പക്ഷേ സീൻ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് അടിക്കാൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു സീൻ കിട്ടാത്തത്. ഉണ്ടാവും ഓൺലൈനാണ് യാത്ര ചെയ്യുക. പക്ഷേ യാത്രയൊന്നും ഒരു അടിപോലും വന്നില്ല കേട്ടോ. നമുക്കിനി ഓഫ്ലൈനാക്കി ഇട്ടേക്കാം. കാരണം വെറുതെ ഓൺലൈനാക്കി ഇട്ടിട്ട് കാര്യമില്ല. ഇനി മറൈൻ ഡ്രൈവ് എത്തിയിട്ട് നമുക്ക് ഓൺലൈനാക്കാം കേട്ടോ. മറൈൻ ഡ്രൈവിലേക്ക് തന്നെയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വരണടുത്ത് കാണാം. എന്തായാലും മാഡം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ഒരു സീൻ മാത്രമേ ഉള്ളൂ, ഫുഡ് അടിക്കാൻ പറ്റില്ല ഗൈസ്, അത് മാത്രമേ ഉള്ളൂ. ഗൈസ് അമ്മ ഇടം ഇതേ പോണ്ട. അമ്മ ഇടത്തിന് ഇറക്കിയിട്ടാ. മൊത്തം 2330 രൂപ കിട്ടിയിട്ടാ. അതായത് ഉച്ചക്ക് 1 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ്. എനിക്ക് മൊത്തം കിട്ടിയേക്കണത് 2330 രൂപ.
എൻ്റെ പൊന്ന് ഗൈസ്, ലോട്ടറി അടിച്ച് പൊളിച്ചെന്ന്. ഇവിടെ നിന്ന് മാറ്റിയിട്ടെ, അല്ലെങ്കിൽ 1000 രൂപ ഫൈൻ പോവും. 1 മണിക്ക് ഞാൻ എവിടെ ആയിരുന്നോ അവിടെ തന്നെ 5:45 ഞാൻ തിരിച്ചെത്തിയിട്ടാ. പക്ഷേ ഞാനൊരു 2330 രൂപ കൊണ്ടാണ് തിരിച്ചെത്തിയേക്കണേടാ. ആ കടയിൽ ചെന്ന് ഞാനൊരു ചായ കുടിച്ചിട്ടാ. ചായ കുടിച്ച് ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ 5:56 ഞാനിത് ഓണാക്കി തന്നെ ഇട്ടേക്കണേ. മീൻസ് നമുക്ക് വീടിന് അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ഇട്ട് വെക്കാം. പള്ളുരുത്തിയിലാണ് എൻ്റെ വീട്. നമുക്ക് അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ഇട്ട് വെക്കാം. നമുക്ക് കിട്ടട്ടെ ഗൈസ്. അപ്പം നമ്മ ഇന്ന് അത്യാവശ്യം നല്ല അടിപൊളി ഓട്ടം വരുന്നല്ലോ ഇന്ന്. ആകെ 3 ഓട്ടം കിട്ടിയിട്ടുള്ളൂ. അതിൽ നമുക്ക് നൈസായിട്ട് ഫണ്ട് പറിക്കാൻ പറ്റിയിട്ടാ. എന്തായാലും നല്ല നീറ്റായിട്ടുള്ള ഫണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. ഊബറിൻ്റെ ഫെയർ തന്നെയാണ് എഴുതി കൊടുത്തേക്കണത് കേട്ടാ. അപ്പോൾ വെയിറ്റിംഗ് ചാർജും ഞാൻ ഒരു 200 റുപ്പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മാഡം പറഞ്ഞ വെയിറ്റിംഗ് ചാർജ് ഇട്ടോളാൻ. അപ്പോൾ ഞാൻ ഒരു 200 റുപ്പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ട്രിപ്പ് നമ്മൾ ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഞാനിവിടെ നിന്ന് വണ്ടി ഒന്ന് ചലിക്കണേട്ടാ. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അയ്യോ മച്ചാൻ്റെ പേര് മറന്നുപോയി. കുറേ പേര് വിളിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതേപോലെ ചെറിയൊരു ഹെൽമെറ്റിൻ്റെ പെറ്റി കേസ് ഉള്ളതുകൊണ്ട് ഊബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സീനാണ് സംഭവം. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം മച്ചാന്മാരെ വണ്ടി എടുക്കണതിന് മുമ്പ് നിങ്ങളൊന്നും കൂടി ആലോചിക്കുക. ഈ പെറ്റി കേസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഊബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റൂലടാ. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വണ്ടി എടുക്കുക, വള്ളിയാകാതിരിക്കുക. ഈസിയും കണ്ട 2 ബസ്സാണ് ഒരു ട്രാക്കിലേക്കണം. വീടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 230 രൂപ ഒരു ഓട്ടം വന്നേക്കാം. അതായത് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. സീനെന്താണ് അനന്തർ ഡ്രൈവർ മാച്ച്ഡ്. ഞാൻ എടുത്തില്ലത് കാരണം ഈ സമയത്ത് നല്ല ബ്ലോക്കാണ് ഗൈസ്. കുറേ നേരം പിടിച്ച് ഞാൻ ഇവിടം വരെ എത്താൻ. ഗ്യാസും കത്തിച്ച് കഴിഞ്ഞാൽ അവിടം വരെ പോയി ഇടങ്ങേറാവും. നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പരിപാടി നടത്താട്ടാ. വരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ. എൻ്റെ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ. എല്ലാവരും മെസ്സേജ് അയക്കേണ്ട പരമാവധി. എല്ലാവർക്കും ഞാൻ മെസ്സേജ് റിപ്ലൈ അയച്ചിട്ടുണ്ട്. ഒരാൾക്ക് പോലും റിപ്ലൈ അയക്കാതെ വന്നിട്ടില്ല. എല്ലാം മാക്സിമം റിപ്ലൈ അയക്കുന്നുണ്ട്. ഞാൻ ടർബോ മൊബൈൽസിലാണ് നിൽക്കുന്നത്. അവൻ്റെ അടുത്ത് നിന്ന് ഒരു സാധനം കൂടി മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാട്ടാ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ.